Hey all, this is me Arun here, your coach, your mentor, your trainer in trading. Almost 3 ദിവസത്തെ മാർക്കറ്റ് ഹോളിഡേ കഴിഞ്ഞിട്ട് നാളെ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണ് ജൂൺ 18-ാം തീയതി. അപ്പം ലാസ്റ്റ് വലിയ മൂവ്മെന്റ് ഒന്നും മാർക്കറ്റ് തന്നിട്ടില്ലായിരുന്നു. ബട്ട് വ്യാഴാഴ്ച കുഴപ്പമില്ലാത്തൊരു മൂവ്മെന്റ് തന്നു. വെള്ളിയാഴ്ച നമുക്ക് തന്നില്ല. ജസ്റ്റ് ലൈക്ക് ബട്ട് നമ്മൾ ഫെഡറൽ ബാങ്ക് കുറച്ചധികം നാളുകളായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നാളെ കഴിഞ്ഞ ദിവസവും നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു പ്രോഫിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം വെള്ളിയാഴ്ച ഇൻട്രാഡേ ആയിട്ടാണെങ്കിൽ കൂടി നമ്മൾ ഫെഡറൽ ബാങ്ക് മാത്രമായിരുന്നു ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി ബാങ്ക്, ഫിൻ നിഫ്റ്റി ഇതെല്ലാം സൈഡ് വേസിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ബട്ട് എന്നാൽ ചെറിയൊരു മൂവ്മെന്റ് ക്യാച്ച് ചെയ്യാൻ നോക്കി, വളരെ മിനിമൽ ആയിട്ടൊരു മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതല്ലാതെ നമുക്കൊരു ഹ്യൂജ് റാലിയോ ഒന്നും തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിച്ചില്ല, കാരണം ഇല്ലായിരുന്നു മാർക്കറ്റിൽ. ബട്ട് എന്നാൽ നാളെ നമുക്ക് ചിലപ്പോൾ മാർക്കറ്റ് നാളെ ബുള്ളിഷ് റാലി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എൻട്രി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കാം എങ്ങനെയായിരിക്കും നമ്മൾ നാളത്തേക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് എന്നുള്ളത്. ഡെഫിനറ്റ്ലി ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലരും പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് ഇല്ലെങ്കിൽ ഈ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ മാർക്കറ്റിലോട്ട് നേരെ ജമ്പ് ചെയ്യും. ഇവർക്കൊരു വ്യൂ കാണും, ഓക്കെ മാർക്കറ്റ് നാളെ, ചിലർ ചിന്തിക്കുന്നത് മാർക്കറ്റ് എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, നേരെ മാർക്കറ്റ് ഒരു പച്ച കണ്ടു കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യും ബുള്ളിഷ്, ഇല്ലേ ഒരു റെഡ് കണ്ടു കഴിഞ്ഞാൽ നേരെ ബേറിഷ്. ഇതാണ് പലരുടെയും വ്യൂ. ബട്ട് എന്നാൽ ചിലരാണെങ്കിലോ ഓക്കെ നോക്കി വെക്കും, ഓക്കെ ഇവിടുന്ന് മുകളിലേക്ക് വരികയാണെങ്കിൽ നേരെ എൻട്രി ചെയ്തേക്കാം. ജസ്റ്റ് ഒരു വ്യൂവിൽ ഇല്ലേ ഒരു വിഷന് മാത്രം പ്രിപ്പയർ ആയിട്ടിരിക്കുകയാണ്. അതും തെറ്റാണ്. മാർക്കറ്റ് ഏത് രീതിയിൽ വേണേൽ ഓപ്പൺ ആകാം. ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ ആൻഡ് ഫ്ലാറ്റ്, ഈ 3 രീതിയിൽ ഓപ്പൺ ആകാം. ഈ 3 രീതിയിൽ ഓപ്പൺ ആയാൽ തന്നെ ഇത് സൈഡ് വേസ് പോകാം, നല്ലൊരു റാലി തരാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഈ എല്ലാ കണ്ടീഷൻസും നമ്മൾ പ്രിപ്പയർ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കുന്ന ഡിസിഷനിൽ ഒരു തെറ്റാകാനായിട്ട് വളരെ ചാൻസസ് കുറവാണ്. ജസ്റ്റ് ലൈക്ക് ബുള്ളിഷ് വ്യൂവിന് മാത്രം പ്രിപ്പയർ ആയിട്ടിരിക്കുകയാണ്. ബട്ട് എന്നാൽ പെട്ടെന്ന് ബെയറിഷ് വ്യൂ വരികയും മാർക്കറ്റ് നല്ലൊരു ഫോൾ വരികയും തരുമ്പോഴത്തേക്ക് അറിയില്ല എങ്ങനെ അതിനെ ഫേസ് ചെയ്യണം, ഇല്ല അതിന് പ്രിപ്പയർ ആയിട്ട് നിൽക്കുന്നില്ല. അപ്പോഴാണ് എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം തെറ്റുകയും ഹ്യൂജ് ലോസസിലോട്ടും ഇമോഷണൽ ട്രേഡിങ്ങിലോട്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് കഥയും സൈക്കോളജി എല്ലാം ഇവിടെ നിർത്താം. നമുക്ക് നേരെ ഒന്ന് ചാർട്ടിലോട്ട് പോയി നോക്കാം. നിഫ്റ്റി ബാങ്ക്, ഫിൻ നിഫ്റ്റിയും മിഡ് ക്യാപ്പ് കൂടെ നമുക്ക് നാഡ് ഓൺ ചെയ്ത് നോക്കാം. കുറച്ച് സ്റ്റോക്കുകൾ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ഓൾസോ ഇതിന്റെ ലെവൽസ് എല്ലാം എക്സാക്ട് ഡോട്ട് ടു ദ പോയിന്റ് ലെവൽസ്, ബൈ സെൽ എവിടെ ആയിരിക്കാം, നാളെ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കാം. അത് മാത്രമല്ല കുറച്ചധികം സ്റ്റോക്കുകളും ഇക്വിറ്റി ചെയ്യാനായിട്ടും സ്വിങ് ചെയ്യാനായിട്ടും സ്റ്റോക്ക് ഫോർ ദ വീക്കും ഇതെല്ലാം നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ജസ്റ്റ് 999 rupees മാത്രമാണ് ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ആകുന്നത്. സോ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. സോ കഴിഞ്ഞ ദിവസം നിഫ്റ്റി ഉണ്ടോ, ഈ ഒരു ആദ്യത്തെ ക്യാൻഡിൽ തന്നെ വളരെ ഒരു ഹ്യൂജ് ഫോൾ ആയിരുന്നു, ബെയറിഷ് ക്യാൻഡിലായിരുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ അത്ര സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫോൾ അല്ല, ഇല്ലൊരു നല്ലൊരു മൂവ്മെന്റ് അല്ല നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് നല്ല സപ്പോർട്ട് എടുത്തു, ഇവിടുന്ന് നമ്മൾ ട്രേഡ് അത്ര കൊടുത്തിട്ടില്ലായിരുന്നു താനും. അതിനനുസരിച്ച് അത് വലിയ മൂവ്മെന്റ് തന്നിട്ടില്ല. ബട്ട് നിഫ്റ്റി ബാങ്ക് ആണെങ്കിലും എല്ലാം ഓൾമോസ്റ്റ് ഒരു ഹാൻഡ് ടു ഹാൻഡ് കോറിലേഷനിലാണ് പോയിട്ടുള്ളത്. നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ നിഫ്റ്റി ഇത് മൂന്നും ഒരു പോസിറ്റീവ് കോറിലേഷനിൽ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നല്ല ട്രേഡ്സുകൾ, നല്ലൊരു മൊമെന്റം കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അത് സൈഡ് വേസിൽ പോവുകയാണെങ്കിലും അവിടെയും പോസിറ്റീവ് കോറിലേഷൻ ഉണ്ടെങ്കിലും നല്ലതാണ്. സൈഡ് വേസിൽ പോകുമ്പോഴത്തേക്ക് അവസാനം ഓപ്ഷൻ ബയർ നമ്മൾ എന്ത് ചെയ്യണം, മിണ്ടാതിരിക്കുക, അതങ്ങ് വിട്ടേക്കുക. എപ്പോഴാണോ നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടുക, ഇല്ലെ ബ്രേക്ക് ഡൗൺ കിട്ടുക, ഇല്ല എപ്പോഴാണോ നമ്മളുടെ വ്യൂവിൽ ആ ഒരു ബുള്ളിഷ്നെസ് കിട്ടുക, ഇല്ല ഒരു മൊമെന്റം കിട്ടുക, അത് ഏത് ഡയറക്ഷൻ ആയിക്കോട്ടെ, അപ്പൊ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അപ്പൊ നാളെ നമ്മൾ നിഫ്റ്റിക്ക് പ്രിപ്പയർ ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ഹൈയും ഓൾ ടൈം ഹൈയും ആയിട്ടുള്ള ഈ ഒരു ലെവൽ ലെറ്റ്സ് 23,490 നമുക്ക് വേണമെങ്കിൽ 23,500 മുകളിൽ വരികയാണെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യാവുന്നതാണ്. റൈറ്റ്, ആ ഒരു റേഞ്ചിൽ നമുക്കൊരു ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യാവുന്നത്, ഈ ഒരു സെർട്ടൻ ഹൈക്ക് മുകളിൽ നമുക്കൊരു ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യാവുന്നതാണ് എപ്പോഴാണോ ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്തു പോകുന്ന ടൈമിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആകാം, ഇല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ആകാം, ഇല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ആകാം. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇത് സസ്റ്റെയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. നാളെ രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ ദിവസവും നമ്മൾ യൂട്യൂബിൽ ലൈവ് പോകുന്നുണ്ടായിരിക്കും. അവിടെ വന്ന് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഒരുമിച്ച് ഇരുന്ന് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ഇരുന്ന് ഏൺ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നാളെ ബുള്ളിഷ് വ്യൂ മാത്രം കീപ്പ് ചെയ്ത് വെക്കുക. ബെയറിഷ് വ്യൂ വേണമെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാണ് 23,300 ഇല്ല 23,200 ബിലോ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ബെയർ സൈഡിലോട്ട് നോക്കാന്നേ ഉള്ളൂ. അതിന്റെ ലൈവ് വ്യൂസ് എന്തായാലും നോക്കാം. ബട്ട് എന്നാൽ ബുള്ളിഷ് വ്യൂ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 23,500 ബ്രേക്ക് ഔട്ട് ചെയ്ത് തരേണ്ടതായിട്ടുണ്ട്. നിഫ്റ്റി ബാങ്ക് ആണെങ്കിലോ, നിഫ്റ്റി ബാങ്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കണ്ടോ സൈഡ് വേസിൽ സസ്റ്റെയിൻ ചെയ്ത് ഇങ്ങനെ അങ്ങ് നിൽക്കുകയായിരുന്നു, വലിയ മൂവ്മെന്റ് തന്നിട്ടില്ല. അപ്പൊ ബെറ്റർ നമുക്ക് ഈ ഒരു സോൺ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ടൈമിൽ എപ്പോഴാണോ ഈ ഒരു സോൺ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത്, ഈ ഒരു ഹൈ bearish view, right? ഈ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത്, അതായത് ഇറ്റ്സ് ഓൾമോസ്റ്റ് 50,200
50,300 അപ്രോക്സ് കീപ്പ് ചെയ്യാം. ഈ ഒരു സർട്ടൻ ലെവലിന് മുകളിൽ മാർക്കറ്റ് എപ്പോഴാണോ ബ്രേക്ക് ഔട്ട് തരുന്നത് ആ ടൈമിൽ നമുക്ക് ഒരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ്. അതുമല്ലെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബട്ട് എന്നാൽ റിസ്ക് കുറച്ചെടുക്കുക. ഈ ഒരു ഹൈ കഴിഞ്ഞ ദിവസത്തെ ഹൈക്ക് മുകളിൽ മാർക്കറ്റ് എപ്പോൾ വരുന്നോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യാം. ബട്ട് എന്നാൽ ഇവിടെയാണ് നമ്മൾ റിസ്കിനെ മാനേജ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്ര പെർസെൻറ്റേജ് റിസ്കിനെ മാനേജ് 1%, 2%, 1.5%. ഒരിക്കലും നമ്മൾ 2% മുകളിൽ ഒരു ട്രേഡിൽ കൊണ്ട് റിസ്ക് കൂടുതൽ ഇട്ടേക്കരുത്. റൈറ്റ്. സോ നിഫ്റ്റി ബാങ്ക് ഇതാണ്. ഫിൻ നിഫ്റ്റി അപ്പോൾ എന്തായിരിക്കും? ഇത് തന്നെ ആയിരിക്കും. ഓൾമോസ്റ്റ് ഹാൻഡ് ടു ഹാൻഡ് ആയിട്ടാണ് നമുക്ക് നിഫ്റ്റി ബാങ്കും പൊക്കോണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് ബെറ്റർ നമുക്ക് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ, അതായത് കഴിഞ്ഞ ദിവസത്തെ ഹൈ ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്ത് വെക്കാം. ബേറിഷ് വ്യൂ നമുക്ക് ഇല്ല. എന്തുകൊണ്ട് ബേറിഷ് വ്യൂ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബേറിഷ് വ്യൂ കറന്റ് നമ്മളിവിടെ കാണുന്നില്ല മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെയാണ്. സോ നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ നിഫ്റ്റി നമുക്ക് നാളെ ബുള്ളിഷ് വ്യൂ ആണുള്ളത്. എപ്പോഴാണോ ഈ ഒരു സർട്ടൻ ലെവൽ, സിമ്പിൾ ആണ്, പ്രീവിയസ് ഹൈ എപ്പോഴാണോ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. ലെറ്റ്സ് സേ അത് 1% റിസ്ക് എടുക്കണോ, 1.5% റിസ്ക് എടുക്കണോ, 2 എടുക്കണോ എന്നുള്ളതൊക്കെ നമ്മൾ ഇൻ ഡെപ്ത് നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ തരുന്നതായിരിക്കും. പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ എങ്ങനെ? നേരെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നേരെ ഓടിപ്പോയി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജസ്റ്റ് 999 rupees വിത്ത് പ്രോപ്പർ ലെവൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് മാത്രമല്ല കുറച്ചധികം വീക്ക്ലി നമ്മൾ ഒരു സൂം മീറ്റ് ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെ എന്തെങ്കിലും ടോപ്പിക്സ് പറഞ്ഞു തരണമെങ്കിൽ നമ്മൾ അതവിടെ കവർ ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല ലെറ്റ്സ് സേ 9 to 3:30 നിങ്ങൾ ലൈവ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രീമിയം ഗ്രൂപ്പ്സോ എല്ലാം എടുക്കേണ്ട ഒരു കാര്യം തന്നെ വരുന്നില്ല. അത്യാവശ്യം അറിയാവുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടുന്ന് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് എന്തായാലും നാളെ രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് കാണാം. അതിനോടൊപ്പം തന്നെ ഫെഡറൽ ബാങ്ക് കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഫെഡറൽ ബാങ്ക് കുറച്ച് നാളായിട്ട് 2 to 3 days ആണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അത്യാവശ്യം പ്രോഫിറ്റ് തന്നെയാണ് നിൽക്കുന്നത്. ഈ ഒരു റേഞ്ചിൽ നിന്ന് എൻട്രി എടുത്തു, ഈ ഒരു ബോട്ടത്തിൽ എൻട്രി എടുത്തു, സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചു, സ്റ്റിൽ പ്രോഫിറ്റ് നിൽക്കുന്നു. നാളെ നമുക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടിരുന്ന ഹൈ ആയിട്ടുള്ള 175 ഓളം 175.25 ഓളം നമുക്ക് നാളെ ബ്രേക്ക് ചെയ്ത് പോകാൻ പ്രോബിലിറ്റി ഉണ്ട്. പോവുകയാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് എല്ലാവർക്കും ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം. എന്തായാലും നമ്മളെല്ലാവരും ഹോൾഡ് ചെയ്യുന്ന ഈ ഒരു ഫെഡറൽ ബാങ്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, ഓൾ ടൈം ഹൈയിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളതൊക്കെ കുറെ അധികം പേർക്കുള്ള ഡൗട്ടാണ്. ബട്ട് എന്നാൽ നമുക്ക് നോക്കാം. നാളെ രാവിലെ 9 മണി മുതൽ 3:30 വരെ ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. See you there. Bye.